നവകേരള നിർമ്മിതിക്ക് അടിസ്ഥാനം വെക്കുന്ന പുതിയ സ്റ്റേറ്റ് ബഡ്ജറ്റ് കോൺഗ്രസുകാർക്ക് അത്രയ്ക്ക് ദഹിച്ചിട്ടില്ല. അതിന് ആക്കം കൂട്ടുന്ന സൂചനകൾ ബജറ്റ് അവതരണം മുതൽ ഇപ്പോഴും അവർ പ്രകടമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ബജറ്റ് വികസനത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുമാണ് ഊന്നൽ നൽകുന്നതെന്ന് MV ഗോവിന്ദൻ പറയുന്നുമുണ്ട്. കേന്ദ്ര അവഗണന മറികടന്ന് മുന്നേറുമെന്നതിന്റെ സാക്ഷ്യപത്രമാണ് ബജറ്റ്. ലോകം മുഴുവൻ മുതലാളിത്ത പാതയിൽ സഞ്ചരിക്കുമ്പോഴാണ് എല്ലാ വിഭാഗത്തെയും LDF ചേർത്ത് പിടിക്കുന്നത്. ക്ഷേമ പെൻഷനുകൾക്കൊപ്പം സാധാരണ തൊഴിലാളികൾക്കുമൊപ്പം എന്നതാണ് ബജറ്റ് മുന്നോട്ട് വെക്കുന്നത്. വർഗക്കൂറോട് കൂടിയാണ് ഇടതുപക്ഷം നിലപാട് വ്യക്തമാക്കുന്നത്. തങ്ങളാണ് ഇടത് എന്ന് പറഞ്ഞ് ചില വായ്ത്താരകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. എല്ലാ സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുന്നതാണ് ബജറ്റ്. ബിരുദ പഠനം സൗജന്യമാക്കിയത് വിപ്ലവകരമായ തീരുമാനമാണ്. എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസം പ്രാപ്യമാക്കുന്നതിലേക്കാണ് നീങ്ങുന്നത്. സർക്കാർ ജീവനക്കാരോടുള്ള പ്രതിബദ്ധതയും വ്യക്തമാക്കുന്നതാണ് ബജറ്റ്. കേന്ദ്രം ശത്രുതാപരമായാണ് പെരുമാറുന്നത്. ഈ പ്രതികൂല സാഹചര്യത്തിലും ജീവനക്കാരുടെ DA, PF കൃത്യമായി കൊടുത്തു തീർക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ബജറ്റ് ചർച്ച ചെയ്യാനുള്ള ത്രാണിയില്ലാത്തവരാണ് പ്രതിപക്ഷം. പ്രായോഗികമല്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഇത് പ്രതിപക്ഷത്തിന് പുത്തരിയുള്ള ഒരു അനുഭവമാകില്ല. കഴിഞ്ഞ LDF സർക്കാരിന്റെ സമയത്ത് തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റിനെ കുറിച്ച് അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത് ബഡായി ബജറ്റ് എന്നാണ്. പ്രതിപക്ഷ നേതാക്കന്മാരുടെ പേരിൽ മാത്രമാണ് മാറ്റം. പറയുന്നത് ഒരേ കാര്യമാണ്. വികസന വിരുദ്ധ നിലപാടാണ് പ്രതിപക്ഷം എല്ലാ കാര്യത്തിലും സ്വീകരിക്കുന്നത്. പ്രതിപക്ഷത്തിന് ബജറ്റിന്റെ ജനകീയ മുഖം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് വേണം പറയാൻ. വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരുമല്ലോ എന്ന് കരുതി തമസ്കരിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തുന്നത്. വിമർശനം ഉയർത്താനുള്ള പ്രതിപക്ഷത്തിന്റെ അവകാശത്തെ ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ വികസന വിരുദ്ധ നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത് എന്ന് പറയാതിരിക്കാനും പറ്റില്ല. സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികളെ രാഷ്ട്രീയ വിരോധം വെച്ച് തകർക്കാനാണ് പ്രതിപക്ഷം അന്നും ഇന്നും എന്നും ശ്രമിക്കുന്നത്. ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ എഴുതി നൽകിയിട്ടുമില്ല. പുറത്ത് നിരവധി ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായി നിരവധി കേസുകൾ വന്നു. കോൺഗ്രസ് MLA തന്നെ പരാതി കൊടുത്തു. സർക്കാരിന് അനുകൂലമായ വിധി വരുമ്പോൾ അപ്പീൽ എന്നാണ് പറയുന്നത്. സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സതീശനും രമേശ് ചെന്നിത്തലയും K. സുരേന്ദ്രനും ജനങ്ങളോട് മാപ്പ് പറയണമെന്നും MV ഗോവിന്ദൻ പറയുന്നുണ്ട്. മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ പോലും BJPയും കോൺഗ്രസും ഒത്തൊരുമയോടെ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. മറ്റത്തൂർ പഞ്ചായത്തിൽ വീണ്ടും കോൺഗ്രസ് BJP സഖ്യം വന്നു. BJP പിന്തുണയിൽ കോൺഗ്രസ് അംഗം വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. പലയിടത്തും കോൺഗ്രസ് നിലനിൽക്കുന്നത് ഇങ്ങനെ തന്നെയാണെന്നും MV ഗോവിന്ദൻ ആരോപിക്കുന്നുണ്ട്. അതിവേഗ റെയിൽവേ പാതയുമായും MV ഗോവിന്ദൻ പ്രതികരിച്ചു. പ്രതിപക്ഷത്തിന്റെ ബഹുസ്വര വിമർശനങ്ങൾ കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ യഥാർത്ഥ പ്രാധാന്യം നേടാൻ സാധിക്കില്ല. LDFന്റെ മുന്നേറ്റം ശക്തമാണ്. ജനങ്ങൾ ആവശ്യപ്പെടുന്നത് നവകേരളത്തിനായി ശക്തമായ നടപടികളാണ്.